ലൂക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം ആദ്യ അധ്യായത്തിന്റെ 11-ാം വാക്യം പഠിക്കുമ്പോൾ ദൈവാലയത്തിൽ ധൂപം കാട്ടുവാൻ നറുക്ക് വീണ ആ ശുശ്രൂഷ പ്രാർത്ഥനയോടും ഭക്തിയോടും നിർവഹിക്കുന്ന സഖരിയ പുരോഹിതനെ നമുക്ക് കാണുവാൻ കഴിയും. ധൂപപീഠത്തിന്റെ മുന്നിൽ ധൂപം കാട്ടുന്ന അവസരത്തിൽ സംഭവിക്കുന്നത് ഇപ്രകാരമാണ്. ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേൽ ഇറങ്ങി വരുന്നു. പ്രിയമുള്ളവരെ, ധൂപപീഠത്തിന്റെ വലത്തുഭാഗം എന്നുള്ളതിന് വിശുദ്ധ തിരുവെഴുത്തിൽ ഒത്തിരി പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് സങ്കീർത്തനം 16 അതിന്റെ 8-ാം വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നു: ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. ദൈവം എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. പ്രിയമുള്ളവരെ, നമ്മോടൊപ്പം, നമ്മുടെ കൂടെ, നമ്മുടെ വലത്തുഭാഗത്ത് സർവശക്തനായ ദൈവമുണ്ട് എങ്കിൽ വശത്ത് 1000 പേരും വലത്തുവശത്ത് 10,000 പേരും വീഴും. എങ്കിലും ദൈവം ഒരു ദോഷവും തട്ടാതെ നമ്മെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും. ആ ദൈവസന്നിധിയിൽ വിനയപ്പെടാൻ തമ്പുരാനോടുള്ള കൃപ യാചിച്ചുകൊണ്ട് നമുക്ക് വിനയപ്പെടാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.